മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീഴ് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവം വസിക്കുന്ന സ്വർഗത്തെ താഴെ ഭൂമിയിലേക്ക് ഇറക്കുവാൻ മനുഷ്യനാൽ സാധ്യമാണോ? ഈ ചോദ്യത്തോടുകൂടി മോർണിംഗ് വോയിസിൻ്റെ ഇന്നത്തെ ചിന്ത നമുക്ക് ആരംഭിക്കാം. മോർണിംഗ് വോയിസ് ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന ഈ ചോദ്യം പലരുടെയും മനസ്സിൽ ഉദിച്ച ചോദ്യമാണ്. സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ വേദനകൾ, കഷ്ടം, പ്രയാസം, തിന്മകൾ എന്നിവയില്ലാത്തതും സ്നേഹത്താലും സമൃദ്ധിയാലും ദൈവ സാന്നിധ്യത്താലും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ലൂക്കോസ് 18:27. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായി 6:10. എന്നാൽ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ദൈവ ഇഷ്ടം നിറവേറുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ആരിൽ കൂടിയാണ്? ദൈവ ഇഷ്ടം നിറവേറണമെങ്കിൽ ദൈവ ഇഷ്ടം അറിയണം. ദൈവത്തോട് അടുത്ത് വസിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു വ്യക്തിയെ ദൈവം തൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാഗൃഹത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പിക്കുവാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യം കൊണ്ടും നിറച്ചിരിക്കുന്നു. ദൈവം ബെസലേലിനെ തിരഞ്ഞെടുക്കുവാൻ ഒരു കാരണമുണ്ട്. മോശ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40 ദിവസമായിട്ട് തന്നെ കാണാത്ത ഇസ്രായേൽ ജനം അഹരോനോട് ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നു. അഹരോൻ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണക്കുണുക്കുകൾ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു. അഹരോനെ ദൈവം മഹാപുരോഹിതനായി ജനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് ദേവാലയത്തിൻ്റെ പണി തന്നെ ഏൽപ്പിച്ചില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇവിടെ കിടക്കുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തം കഴിവിനാൽ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിയ ഒരു വ്യക്തിയെ ദൈവം തൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ ഉപയോഗിക്കുമോ? അതുകൊണ്ട് തന്നെയാണ് ദൈവം അഹരോന് പകരമായി ബെസലേലിനെ ദേവാലയത്തിൻ്റെ പണി ഏൽപ്പിച്ചത്. ബെസലേൽ എന്ന പേരിൻ്റെ അർത്ഥം അത്യുന്നതൻ്റെ നിഴലിൻ കീഴിൽ എന്നാണ്. തൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ദൈവത്തിൻ്റെ ആ നിഴലിൻ്റെ കീഴിൽ നിന്ന് മാറാതെ ദൈവ ഇഷ്ടം നന്നായി മനസ്സിലാക്കി ദൈവഹിതം നിറവേറ്റുവാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ബെസലേൽ. ദൈവം തൻ്റെ ആഗ്രഹം മോശയോട്
പുറപ്പാട് പുസ്തകം 25:8 പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന്. ദൈവം മോശയിൽ കൂടി ബെസലേലിനെ ഏൽപ്പിച്ച ആ സ്വർഗീയ ബ്ലൂ പ്രിൻ്റ് അപ്പാടെ ചെയ്തു തീർത്ത ഒരു വ്യക്തിത്വമാണ് താൻ. ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് പറഞ്ഞത് അല്പം പോലും മാറ്റാതെ, തൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞത് ഒന്നും തന്നെ ചേർക്കാതെയും, ദൈവേഷ്ടം കലർപ്പ് കൂടാതെ പൂർത്തീകരിച്ച് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കി അന്നത്തെ ജനത്തിന് നൽകി. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ അവർ പാളയം മാറ്റി മാറ്റി അടിക്കുമ്പോഴും ദേവാലയത്തെയും അതോടുകൂടി മാറ്റി സ്ഥാപിക്കത്തക്കവണ്ണമാണ് ആ സമാഗമന കൂടാരം പണിയപ്പെട്ടത്. ഇന്ന് സമാഗമന കൂടാരമില്ല. അതിന് പകരമായി നമ്മുടെ ഉള്ളങ്ങൾ ദൈവത്തിൻ്റെ ആലയമായി ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, മത്തായി 18:20 കർത്താവ് തന്നെ നമുക്ക് ഉറപ്പ് തരുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സഭാ ഹാളുകളിലല്ല, സഭായോഗം കൂടുന്ന ഇടത്തൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ ദൈവസഭ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എങ്കിൽ, ദൈവാത്മാവ് വസിക്കുന്ന ജനത്തിൻ്റെ കൂട്ടത്തിൽ ദൈവീക സാന്നിധ്യം ഉറപ്പായുണ്ടാകും. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ആലയം ആകുന്നുവെങ്കിൽ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം, സ്വസ്ഥത, ആത്മീക ഉണർവ് എന്നിവ ഉറപ്പായി ഉണ്ടാക്കും. ഇങ്ങനെയുള്ളവർ കൂടി വരുന്ന ഇടത്തൊക്കെയും സമാധാനവും സ്വസ്ഥതയും സ്നേഹവും കരുതലും ആത്മീക സന്തോഷവും ദൈവവചന ഘോഷണവും സംഗീതവും സ്തുതിയും ആരാധനയും ഉണ്ടാകും. ഇങ്ങനെയുള്ള കൂട്ടത്തിൽ ഓരോരുത്തരും അന്യോന്യം പ്രബോധിപ്പിച്ചും ഉത്തേജിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ക്രിസ്തുവിൽ വളരുന്നവരാണ്. അവർ കർത്താവിൻ്റെ മനോഭാവം ഉള്ളവരായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവരാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയ യെരൂശലേമിലെയും അന്ത്യോക്യയിലെയും സഭ പോലെ ഒരു മനസ്സോടുകൂടിയും ഒരു ഹൃദയത്തോടുകൂടിയും ദൈവനാമ മഹത്വത്തിനായി സ്വർഗത്തെ ഭൂമിയിലിറക്കി ജനത്തിന് നൽകുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരായി തീരുകണം. ഇതാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവ ഇഷ്ടം. നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി സ്വർഗം ഭൂമിയിൽ എത്തിച്ചതുപോലെ ദൈവത്തിൻ്റെ ജനമായ നാം ഓരോരുത്തരും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവ ഇഷ്ടവും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ കൃപയും കരുണയും ലോകത്തിലുള്ള ഓരോ വ്യക്തികളെയും അറിയിക്കേണ്ടവരാണ്. അതിനാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുവിൻ എന്ന്. ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവേഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയവും ആരോഗ്യവുമെല്ലാം അവൻ്റെ നാമത്തിനു വേണ്ടിയും അവൻ്റെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നതായിത്തീരും. ഇങ്ങനെയുള്ളവർ ബെസലേലിനെ പോലെ സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടിരുന്നവരാണ്. അവരുടെ സാന്നിധ്യം, പ്രവൃത്തി, സംസാരം, ഇടപെടൽ എല്ലാം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ആനന്ദവും നൽകുന്നതായിരിക്കും. ഇങ്ങനെയുള്ളവരിൽ കൂടി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ സാധിക്കും. ഈ ചിന്ത ഇവിടെ അവസാനിക്കുമ്പോൾ നാം ഓരോരുത്തരും ബെസലേലിനെ പോലെയും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത മറ്റ് ദേവദാസന്മാരെ പോലെയും ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് സ്വർഗത്തെ ഭൂമിയിൽ ഇറക്കി മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നവരായി തീരുവാൻ വേണ്ടി
ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം.